നമ്മളെ ജെസ്സിയുടെ എന്താ പറയാ മാരേജിന് വാങ്ങിച്ച ഡ്രസ്സ് ഉണ്ട്. ഡ്രസ്സ് കുറെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കേട് വരുന്ന മുമ്പേ നമ്മൾ അതിന് അർഹതപ്പെട്ട ആളുകളെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ആഷിഖ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തന്റെ പ്രിയതമയായ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്ന ജസിയ ആഷിഖ് എന്ന് പറഞ്ഞ തന്റെ പ്രിയതമ മരിച്ചതിന് ശേഷം അവൾക്ക് വേണ്ടി ചെയ്ത ഒരു പുണ്യകർമ്മത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആരായിരുന്നു ജസിയ ആഷിഖ്? നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളോടെല്ലാം വിട പറഞ്ഞു പോയിട്ടുള്ള ആ ജസിയയുടെ മുഖം ആരും മറന്നിട്ടുണ്ടാവില്ല. ഞാൻ ആദ്യമായിട്ട് ജസിയനെ യൂട്യൂബിൽ കാണുന്ന സമയത്ത് ജസിയ തലയിൽ മുടിയൊന്നും ഇല്ലാതെ ഒരു മൊത്തത്തിലൊരു മുടിയെല്ലാം പോയി ഒരു കഷണ്ടി ആയിട്ടുള്ള രൂപത്തിൽ മെലിഞ്ഞൊട്ടി അസ്ഥികൂടമായിട്ടുള്ള ഒരു പെൺകുട്ടി. ഞാൻ ആദ്യം കണ്ട സമയത്ത് എന്താ ഈ കുട്ടിക്ക് പറ്റിയത്, എന്താ അസുഖം എന്ന് നമുക്ക് അറിയില്ല. പിന്നീട് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി, അവളുടെ വീഡിയോസ് എല്ലാം കാണാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ക്യാൻസറിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ജസിയ. കഴിഞ്ഞ 1-1.5 വർഷമായിട്ട് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് അതിനോട് ഫൈറ്റ് ചെയ്ത് ഒരുപാട് ദൂരം താണ്ടി സ്വന്തമായിട്ട് എന്തെങ്കിലും അധ്വാനിക്കണമെന്ന് ആ ഒരു ക്യാൻസർ പിടിച്ച് വയ്യാതെ കിടക്കുന്ന സ്റ്റേജിലും അവൾക്ക് തോന്നിയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്ത് അവളുടെ ഇൻഫർമേഷൻസ് എല്ലാം നമ്മളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു മിടുക്കി കുട്ടിയായിരുന്നു ജസിയ. ജീവിതത്തെ ഒരുപാട് ആഗ്രഹിക്കുകയും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, നേടണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു കൊച്ചു മാലാഖ കുട്ടിയായിരുന്നു ജസിയ. കാണുന്ന എല്ലാവർക്കും ആ കുട്ടിയോട് ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് കരുണ തോന്നും, സ്നേഹം തോന്നും. നമ്മുടെ വീട്ടിലെ തന്നെ നമ്മുടെ അനുജത്തി കുട്ടിയാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രത്തോളം വാത്സല്യവും ലാളിത്യവും തുളുമ്പുന്ന ഒരു കൊച്ചു മുഖമായിരുന്നു ജസിയുടേത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷിഖ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിലൂടെയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ജസിയ മരിച്ച സമയത്ത് എന്നെ ഒരുപാട് കുലുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസത്തോളം ഞാനൊരു കൈൻഡ് ഓഫ് ഡിപ്രഷനിലായിരുന്നു. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പ്രതീക്ഷിച്ച് അവസാനം പെട്ടെന്ന് നമ്മളോട് വിട പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളെ പോലെയും അത് എൻ്റെ മനസ്സും ഭയങ്കരമായിട്ട് കുലുക്കി എന്നുള്ളതാണ്. വളരെ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അത്രത്തോളം ഒരു സ്ഥാനം നേടാൻ ജസിയ കുട്ടിക്ക് സാധിച്ചു എന്നുള്ളതാണ്. പഠിച്ചോ നമ്മളുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ, അവളുടെ ആഖിറം നല്ലതാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ ഞാൻ പറഞ്ഞു. അവളുടെ ഹസ്ബൻഡ് അതായത് ആഷിഖ് ഇപ്പോൾ ചെയ്തൊരു നല്ല കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യം മറ്റൊന്നുമല്ല, ജസിയയുടെയും അതുപോലെ ആഷിഖിൻ്റെയും വെഡ്ഡിങ് ഡ്രസ്സ്, അതായത് ജസിയ അന്ന് കല്യാണത്തിന് ഇട്ടിരുന്ന ആ വെഡ്ഡിങ് ഡ്രസ്സ് ഒരു എന്താ പറയുക അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ട് തൂതയിലുള്ള ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കുക. അവിടെ ആ കട എന്ന് പറയുന്നത് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഡ്രസ്സ് അവരെ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് ആ കട ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആഷിഖ് നേരിട്ട് നമ്മളോട് പറയുന്ന വീഡിയോ നമുക്കത് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ വേറെ നല്ല ഇന്നത്തെ വീഡിയോന്റെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജെസ്സിയുടെ എന്താ പറയാ മാരേജിന് വാങ്ങിച്ച ഡ്രസ്സ് ഉണ്ട്. ഡ്രസ്സ് കുറെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കേട് വരുന്ന മുമ്പേ നമ്മൾ അതിന് അർഹതപ്പെട്ട ആളുകളെ കയ്യിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ്. അതിന്റെ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് ഉള്ളത്. ജെസ്സിന്റെ കല്യാണ ഡ്രസ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കല്യാണത്തിന്റെ ഒരു വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ആകെ 2 പ്രാവശ്യം അവൾ ഇട്ടിട്ടുള്ള, ഒന്ന് കല്യാണത്തിന്റെ അന്നും പിന്നെ ഇപ്പോ അസുഖം ബാധിച്ച് കുറച്ച് മുമ്പ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം കൊണ്ട് ഇട്ടിട്ട് ആകെ അതിട്ടു. നല്ലൊരു ഡ്രസ്സാണ്. അന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ ആ ഡ്രസ്സ് ഒരുപാട് ഇനി ഇത് ഇരിക്കണ്ട, പിന്നെ അവൾക്ക് ആ പ്രതിഫലം അല്ലെങ്കിൽ ആ പുണ്യം കിട്ടിക്കോട്ടെ. പക്ഷെ നമ്മളിത് വീഡിയോ ഉൾപ്പെടുത്തുമ്പോൾ ആൾക്കാർ പറയും ഇതൊക്കെ എന്തിനാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്, വേറെ ഒരാൾക്ക് കൊടുക്കണം എന്തിനാ കാണിക്കണം. അപ്പൊ ഇതൊരാൾക്കല്ല, ഒരു എന്താ പറയാ നമ്മളെ ഈ തൂതയിലുണ്ട് ഡ്രസ് ബാങ്ക്, നാസർ തൂതയുടെ ഡ്രസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എന്താ പറയാ ഡ്രസ്സ് പാവപ്പെട്ട കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കുന്നത്, കല്യാണ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടേക്ക് നമ്മളത് കൊടുക്കുന്നത്. അപ്പൊ അവര് അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് നമ്മളത് അവരെത്തിക്കും, കല്യാണത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളത് അവരെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള വീഡിയോ. പിന്നെ ഇതിട്ടത് വേറൊരാൾക്ക് ഇതേപോലെ നിങ്ങളുടെയൊക്കെ എത്ര ആൾക്കാരുടെ വീട്ടിലുണ്ടാവും നിങ്ങളെ കല്യാണ ഡ്രസ്സ് ഉപയോഗിക്കാതെ ഒരു വട്ടിട്ട മറ്റേ ഷോക്കേസിലോ ഷോക്കേസ് എന്ന് പറയുന്നത് അൽമറയിലോ വേറെ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ കൊണ്ട് അത് കൊടുക്കാൻ പറ്റും, നിങ്ങളും അങ്ങനെ ചെയ്യണം. അതൊരു അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ടിടുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കാനുള്ള എന്തായാലും കൊടുക്കും. പക്ഷെ എന്നാലും നിങ്ങൾ എന്താ പറയാ നിങ്ങളും ഇത് അറിയണമെന്ന് കരുതി, പിന്നെ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്ത. ഈ ഒരു വീഡിയോക്കകത്ത് ആഷിഖ് പറയുന്നുണ്ട് തന്റെ പ്രിയതമ ജെസ്സിയുടെ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യണമെന്ന്.
ആഷിക്ക് അത് കൂളായിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ കൂടെ അവന്റെ ഹൃദയം എത്രത്തോളം പൊട്ടുന്നുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം അവരുടെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ജസിയ വയ്യാതെ കിടന്നിരുന്ന സമയത്ത് അവൾക്ക് ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായിട്ട് കൂടെ നിന്നിരുന്നത് ആഷിക്കായിരുന്നു. അവൾക്ക് വയ്യാത്ത സമയത്ത് ഒരിക്കൽ പോലും അവളെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവളെ വേണ്ടാന്ന് വെക്കുകയോ ചെയ്തിട്ടില്ല. അവൾക്ക് മരണം വരെ അവളുടെ കൂടെ നിന്ന ആഷിക്കാണ് ജെസ്സിയുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ ഈ ഒരു ഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് അത് കണ്ടു നിൽക്കുന്ന ആരുടെ കണ്ണാണെങ്കിലും ഒന്നും അറിയാതെ നിറഞ്ഞു പോകും. കണ്ണ് നിറഞ്ഞില്ലെങ്കിലും മനസ്സ് ഒത്തിരി നിറഞ്ഞു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആഷിക്കിന്റെ ജെസ്സിയ കുട്ടിയുടെ അവസാനത്തെ ഓർമ്മകളും നഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ്. തന്റെ പ്രീതമയുടെ കല്യാണ ഡ്രസ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ മെമ്മറീസ് എന്ന് പറഞ്ഞ രീതിയിൽ സൂക്ഷിച്ചു വെക്കുന്നതാണ് കല്യാണ ഓർമ്മകൾ. അവസാനം ആ ഒരു ഓർമ്മയും ആഷിക്ക് എന്നേക്കുമായിട്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ അതിൽ ആഷിക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ, ആ ജെസ്സിയുടെ ഡ്രസ്സ് നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട്, അവരുടെ ബ്രൈഡൽ ഡ്രസ്സ്. അത് ആഷിക്ക് ജെസ്സിയെ കൊണ്ട് ഒരു പ്രാവശ്യം ഉടുപ്പിച്ചിട്ട് അവരുടെ ഒരു ഫോട്ടോസും അതുപോലെ ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ സൈഡിൽ ഇതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഡ്രസ്സ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും ഒരു വട്ടം കൂടി ഞാൻ ആ ഡ്രസ്സിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരാം. ഇത് വാങ്ങിച്ചത് Z1 തൂതിന്നാണ്, തൂതത്തെ ഷോപ്പിൽ നിന്നാണ് അവരെത്തിച്ചെന്നായിരുന്നു. ഇതാണ് ആ ഡ്രസ്സ്. ഞാനിതൊന്ന് എന്താ പറയാ തുറന്നിട്ട് കാണിച്ചു തരാം, നിർത്തി കാണിച്ചു തരാവേ. അതിന്റെ കൂടെ ഡ്രസ്സിന്റെ കൂടെ ഷാള്, ഡ്രസ്സ് ഞാനൊന്ന് തുറന്നിട്ട് കാണിക്കാം. ഡ്രസ്സാണ്, കണ്ടോളേ. ഇപ്പോൾ ഒരു കുഴപ്പവും ഇതിന് പറ്റിയിട്ടില്ല. ഏത് പെണ്ണിന് ഇപ്പോഴും നല്ല ഉപയോഗിക്കാം. അതായത് ഒരു പ്രോബ്ലം ഇതിന് ഇതുമായിട്ട് വന്നിട്ടില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. അത് അധികം ആയിട്ടില്ല, 2 വർഷമായിട്ടുള്ളല്ലോ. നോക്കിയേക്ക്, ആ കല്ല് വർക്കാണെങ്കിലും കണ്ടോ, ഒരു കുഴപ്പം ഇതിന് നമ്മൾ പറ്റിയിട്ടില്ല. ഓള് നേരെ സേഫ് ആയിട്ട് എടുത്ത് വെച്ചിരുന്നു. അപ്പൊ ഓളെ പേരിൽ നമ്മളിത് എന്ത് ചെയ്യാണ്, അവർ ഡൊണേറ്റ് ചെയ്യാണ്, ഇത് കൊടുക്കുകയാണ്. എന്താ ഷാള്, ഷാള് നോക്കിയേക്ക്, നല്ല ഷാളാണ്. പിന്നെ ഇതാ ഡ്രസ്സ് നോക്കിയേക്ക് നിങ്ങള്, നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഒരു കുഴപ്പം ഇതുവരെയായിട്ട് വന്നിട്ടുമില്ല. ഷാളാണെങ്കിലും നല്ല വർക്കുള്ള ഷാളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഇത് അവർക്ക് കൊടുക്കുകയാണ്. ഡ്രസ്സൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പം ഇതായിട്ട് വന്നിട്ടില്ല. എന്തായാലും ഇത് അവളെ പേരിൽ തന്നെ കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങള് ജെസ്സിയ മോളുടെ ഡ്രസ്സ് കണ്ടല്ലോ, വിവാഹ ഡ്രസ്സ്. ഈ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജെസ്സിയ മോള് എത്രത്തോളം നല്ലൊരു കുട്ടിയായിരുന്നു എന്നുള്ളത്. കാരണം ആ ഒരു ഡ്രസ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതി, കല്യാണ ഡ്രസ്സാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ വൃത്തിയിൽ മടക്കി വെച്ച് യാതൊരു കേടുപാടൊന്നും കൂടാതെ സൂക്ഷിച്ച് വെച്ച് നല്ല രീതിയിൽ വെൽ മെയിൻറ്റെയിൻ കണ്ടീഷൻ, അത് യൂസ് ചെയ്ത ഡ്രസ്സാണെന്ന് പോലും നമുക്ക് തോന്നാത്ത രീതിയിൽ അത്രയും പുതുപുത്തനായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ടാണ് അവളത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ആ ഒരു ഡ്രസ്സിനോട് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളോട് അവൾക്ക് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ജെസ്സിക്കുട്ടിയുടെ എന്താ പറയുക സാധനങ്ങളോടുള്ള ഇഷ്ടം, അതുപോലെ തന്നെ അവളുടെ ഓർഡർനെസ്, ക്ലീൻലിനെസ് ഒക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷെ എന്താ ചെയ്യുക, പഠിച്ചവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകളെ പെട്ടെന്ന് തിരിച്ചു വിളിക്കും എന്നുള്ളതാണ് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും മരണപ്പെട്ടു പോകേണ്ട ഒരു കുട്ടിയല്ല നമ്മുടെ ജെസ്സിയ മോള്. അപ്പൊ എന്തായാലും ആഷിക്ക് ഈ ഡ്രസ്സ് എടുത്തുകൊണ്ട് തൂതയിലുള്ള ഒരു നാസർ ഖാന്റെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ നാസർ ഖാന്റെ കടയിൽ നിന്നാണ് ആളുകൾ ഡ്രസ്സ് ചോദിച്ചു വരിക. അതായത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവിടെ നിന്ന് വന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു കടയിലേക്ക് പോയിട്ട് ആ ഡ്രസ്സ് കൊടുക്കുന്ന ദൃശ്യം നമുക്കത് കാണാം. കാക്കാന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് ജെസ്സിയുടെ ഡ്രസ്സാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഇനി ഇത് ഒരു ഉപകാരപ്പെടട്ടെ, സഹോദരിക്ക് ഉപകാരപ്പെട്ടെ. ഓക്കെ, നല്ല ഡ്രസ്സാണ്. ഡ്രസ്സ് പിന്നെ നല്ല പുതിയ ഡ്രസ്സാണ്, അത് ഞാൻ കാണിച്ചത് ഒറ്റവട്ടം. ഇതാണ് ഡ്രസ്സ്. ഓക്കെയാണ്, സന്തോഷം. അപ്പൊ ആർക്കെങ്കിലും പിന്നെ ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടുക. പിന്നെ അതേമാതിരി ഡൊണേഷൻ ചെയ്യാൻ താല്പര്യം എല്ലാവർക്കും പിന്നെ ഞാൻ നിങ്ങളെ നമ്പർ ഇതിൽ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കമന്റ് മറ്റേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും എന്തായാലും നമ്പർ. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. അപ്പൊ ഡ്രസ്സ് കൊടുക്കുന്ന ദൃശ്യമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്.
നമ്മുടെ ആഷിക്കിന്റെ ഹൃദയം ഒരു 100 വട്ടം പൊടിഞ്ഞിട്ടുണ്ടാകും. കാരണം അവസാന ഓർമ്മയും തൻ്റെ കൈവിട്ട് പോവുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് ഇപ്പം ആഷിക്ക് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരൊറ്റ കാര്യത്തിലൂടെ ആഷിക്ക് ജനങ്ങളോട് പറയുന്നൊരു വലിയ മെസ്സേജ് ഉണ്ട്. എത്ര നല്ല ഓർമ്മകളാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിൽ പോലും അത് മറ്റൊരാൾക്ക് സഹായകമാകുമെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്നതിലുള്ള ഒരു പുണ്യം ആഷിക്ക് പറയാതെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആഷിക്ക് ഇത് കയ്യിൽ തൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെക്കുന്നതിനേക്കാളും ജെസിയ മോൾക്ക് പുണ്യമുണ്ടാവുക ഈ ഒരു ഡ്രസ്സ് മറ്റുള്ള പെൺകുട്ടികൾ ഉപയോഗിക്കുമ്പോഴാണ്. അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം അത് സദഖത്തുൻ ജാരിയയായിക്കൊണ്ട് നമ്മുടെ ജെസിയ മോളുടെ ഖബറിലേക്ക് ചെന്നുകൊണ്ടേയിരിക്കും. കാരണം ആ പെൺകുട്ടികൾ വിവാഹത്തിന് ഡ്രസ്സ് വാങ്ങാനൊന്നും കാശില്ലാത്ത പെൺകുട്ടികൾക്ക് ഈ ഒരു ഡ്രസ്സിലൂടെ അവർക്ക് കിട്ടുന്നത് വിവാഹം എന്ന സ്വപ്നമാണ്. ആ സ്വപ്നത്തിലൂടെ ജെസിയ മോൾക്ക് കിട്ടുന്നത് അതിൻ്റെയും കൂടെ ഒരു പങ്കാണ്. ആ ഒരു സന്തോഷത്തിൻ്റെ പങ്ക് പടച്ചവനവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊണ്ടേയിരിക്കട്ടെ. ഒരു വലിയ മെസ്സേജാണ് നമ്മുടെ ആഷിക്ക് നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ആർഭാട കല്യാണങ്ങൾ നടത്തുന്ന പല ആളുകളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ മനുഷ്യന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി നല്ല മനുഷ്യന്മാർ, ഒത്തിരി നല്ല ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ അവസാനിക്കുന്നത്. അപ്പം ഇതുപോലെയുള്ള പുണ്യകർമ്മങ്ങളൊക്കെ നമുക്കും ചെയ്യാം. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രചോദനം മറ്റുള്ളവർക്കും ആകട്ടെ എന്ന് ആണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ ഒരു ഷോപ്പ് തൂത എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മലപ്പുറം ജില്ലയിലുള്ള തൂത. മലപ്പുറമാണോ പാലക്കാടാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, പാലക്കാടാന്ന് തോന്നുന്നു. പാലക്കാട് ജില്ലയിലുള്ള തൂത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പോൾ അവിടെ നാസർ ഖാൻ്റെ കട. ഇതിനകത്ത് ഈ ഒരു വീഡിയോൻ്റെ എൻഡിൽ എന്നെ നമ്മുടെ ആഷിക്ക് വീഡിയോൻ്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഏതെങ്കിലും ഡ്രസ്സുകളൊക്കെ ഇതുപോലെ ഉണ്ട്, നിങ്ങൾ ഉപയോഗിക്കാതെ ചുമ്മാ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അർഹതപ്പെട്ട ആളുകൾ അത് ഉപയോഗിക്കട്ടെ. അവരുടെ ജീവിതത്തിലും ഇച്ചിരി സന്തോഷം വെളിച്ചൊക്കെ വരട്ടെ. അതിന് കാരണക്കാരാവാൻ ആഷിക്കും ജെസിയക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.